ശബരിമലയിൽ ആചാര ലംഘനം ഉണ്ടാകുമ്പോൾ ഞാൻ നടയടച്ചിട്ട് ഇറങ്ങും, പടിയിറങ്ങും എന്ന് പ്രഖ്യാപിച്ച രാജീവരെ കൂടി വിശ്വാസത്തിലെടുക്കാതെ ശബരിമലയിലെ ശ്രീകോവിലിനകത്ത് ഈ പണികൾ ചെയ്യാൻ കഴിയില്ല. വിഗ്രഹം ഒഴിച്ചുള്ള കാര്യങ്ങളിലൊക്കെ കൈയിട്ടു എന്നാണല്ലോ നമ്മളെ മുമ്പിൽ ഇപ്പോൾ തെളിവുകൾ സഹിതം വരുന്നത്. വിഗ്രഹത്തിൽ എന്തും ചെയ്തിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? ആറന്മുളയിലെയും പത്തനംതിട്ടയിലെയും നേതാവായിട്ട് ഒരു പത്മകുമാർ മാത്രം ഇടപെട്ടാൽ ഈ ശ്രീകോവിൽ വെച്ചിട്ടുള്ള കൊള്ള നടത്താൻ കഴിയില്ല. അപ്പൊ കൊള്ളയ്ക്ക് അധികാരത്തിന്റെ വലിയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് പത്മകുമാർ ഇപ്പോഴും ഈ പാർട്ടി തണലിൽ സുരക്ഷിതമായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുവരെ 6 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ദേവസ്വം ബോർഡിലെ ജീവനക്കാരും, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് കമ്മീഷണർ, ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ എന്നിങ്ങനെയുള്ള തസ്തികകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളെയാണ് ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ പ്രമുഖരുണ്ട്, CPM-ന്റെ ഉന്നതരായ രാഷ്ട്രീയ സ്ഥാനം അലങ്കരിച്ച ആളുകളുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഒടുവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പത്മകുമാർ CPM-ന്റെ കോന്നി MLA ആയിരുന്നു. പത്തനംതിട്ട CPM ജില്ലാ മെമ്പർ കൂടിയാണ് അദ്ദേഹത്തെ ഇപ്പോഴും പാർട്ടി സംരക്ഷിച്ചിരിക്കുന്നു. ഇവിടെയാണ് മറ്റു ചില ദുരൂഹതകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇനി ഒരു കാരണവശാലും CPM-ന്റെ ഉന്നതരിലേക്ക് SIT പോകില്ല, ഈ അന്വേഷണം ഏറെക്കുറെ മരവിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ സമൂഹത്തിൽ പരക്കുന്നു. അതിന് അടിവരയിടുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ചില വിമർശനങ്ങളും നിരീക്ഷണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രസിദ്ധ എഴുത്തുകാരനും ചിന്തകനും ആയ ഉമേഷ് ബാബു ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിന് ഉപോത്ഫലകമായി അടിവരയിട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ശബരിമലയിൽ നവോത്ഥാനം നടന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് ബിന്ദു അമണിയെയും കനകദുർഗയെയുമെല്ലാം നവോത്ഥാനത്തിന്റെ പേരിൽ ശബരിമലയിലെ യുവതീ പ്രവേശം സാധ്യമാക്കുന്നതിന് വേണ്ടി രായ്ക്ക് രായ്മാനം പോലീസിന്റെ യൂണിഫോം ഇടിപ്പിച്ചുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ശബരിമല സന്നിധാനത്തിൽ കൊണ്ടുപോയി അവരെ നിർത്തുകയുണ്ടായി, അഥവാ തൊഴിയിക്കുകയുണ്ടായി, ശബരിമലയുടെ ആചാര ലംഘനം നടത്തുകയുണ്ടായി. ഈ സമയത്ത് ശബരിമലയുടെ തന്ത്രിയായ കണ്ഠരര് രാജീവര് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുകയാണെങ്കിൽ, ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ ആ നിമിഷം താൻ നടയടച്ച് പടിയിറങ്ങും എന്നാണ് പറഞ്ഞിരുന്നത്. അന്ന് ശബരിമലയിൽ ആചാര അനുഷ്ഠാന ലംഘനം നടന്നു കഴിഞ്ഞപ്പോൾ തന്ത്രി നടയടയ്ക്കുകയും പിന്നീട് പുണ്യാഹത്തിന് ശേഷമാണ് ഭക്തർക്ക് വേണ്ടി നട തുറന്നു കൊടുക്കുകയും ചെയ്തത്. അതായത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സ്വാമിയായ അയ്യപ്പ സ്വാമിയെ കഴിഞ്ഞതിന് ശേഷം ശബരിമല ശാസ്താവായ ശ്രീധർമ്മശാസ്താവായ അയ്യപ്പ സ്വാമിക്ക് ശേഷം പിന്നീട് അടുത്തയാൾ എന്ന് അറിയപ്പെടുന്നത്, വിശേഷിപ്പിക്കപ്പെടുന്നത് തന്ത്രി കണ്ഠരര് രാജീവര് തന്നെയാണ്, അല്ലെങ്കിൽ കണ്ഠരര് കുടുംബത്തിലെ ആളുകളെയാണ്. ശബരിമലയുടെ തന്ത്രം കണ്ഠരര് കുടുംബത്തിനാണ്, താഴമൺ കുടുംബത്തിനാണ്. കണ്ഠരര് രാജീവര് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് കണ്ഠരര് രാജീവരെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാത്തത് എന്നാണ് ഉമേഷ് ബാബു ഇപ്പോൾ ചോദിക്കുന്നത്. ശബരിമല പോലുള്ള ആഗോള പ്രശസ്തമായ ഒരു ദേവസന്നിധാനത്തിൽ അവിടെ മൂർത്തിക്ക് ശേഷം, അതായത് അയ്യപ്പന് ശേഷം രണ്ടാമത്തെ ആൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തന്ത്രി അറിയാതെ ശബരിമലയിൽ ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രവൃത്തികളും നടക്കില്ല എന്നാണ് ഒരു ചാനൽ ചർച്ചയിൽ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഉമേഷ് ബാബു തുറന്നടിച്ചത്. എന്തുകൊണ്ടാണ് തന്ത്രിയെ അന്വേഷണ പരിധികൾ ഉൾപ്പെടുത്താതെ തന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. തന്ത്രിക്ക് നേരിട്ടോ അല്ലാതെയോ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്നുള്ളത് താൻ ആരോപിക്കുന്നില്ല. തന്റെ കയ്യിൽ അതിന് തക്കതായ തെളിവുകൾ യാതൊന്നും തന്നെയില്ല. താൻ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നില്ല എന്നുകൂടി ഉമേഷ് ബാബു പറയുന്നുണ്ട്. എന്നാൽ ശബരിമലയിൽ എന്ത് തന്നെ നടന്നാലും അത് തന്ത്രി അറിയാതെ, തന്ത്രിയുടെ അനുജ്ഞയില്ലാതെ നടക്കില്ല എന്ന് വരുമ്പോൾ ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ഇളക്കിക്കൊണ്ടുപോയിരിക്കുന്ന സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂശാനാണെന്ന് വ്യാജേന ഇളക്കിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് അത് ശബരിമല ദേവസ്വത്തിന്റെ മഹസറിലും രജിസ്റ്ററിലും ചെമ്പാണെന്ന് എഴുതി ചേർക്കുന്നു. ഈ ചെമ്പാണെന്ന് എഴുതി ചേർക്കുന്നത് ഒന്നും ഒരുപക്ഷെ കണ്ഠരര് രാജീവരിന് അറിയാൻ സാധിക്കില്ല. എന്നാൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ അത് വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കുമ്പോഴുമെല്ലാം കണ്ഠരര് രാജീവര് അറിയാതിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ഒരു സംശയം കണ്ഠരര് രാജീവിന് തോന്നിയിട്ടുണ്ടോ? അദ്ദേഹം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടോ? അയ്യപ്പനെ തന്നെ അറിയിച്ചിട്ടുണ്ടോ എന്നാണ് ഉമേഷ് ബാബു ചോദിക്കുന്നത്. കണ്ഠരര് രാജീവര് ഈ വിഷയത്തിൽ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട ആൾ തന്നെയല്ല, അദ്ദേഹത്തെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടതാണ് എന്നാണ് ഉമേഷ് ബാബു പറയുന്നത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതായത് ശബരിമല പല തവണയും തീപിടുത്തത്തിന് ഇരയായിട്ടുണ്ട്, പലപ്പോഴും അത് കത്തിക്കപ്പെടുകയായിരുന്നു എന്ന് ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഈ കാട്ടുകള്ളന്മാർ ശബരിമലയെ വിലയം പ്രാപിച്ച് ഇങ്ങനെ താഴികക്കുടം മുതൽ ശബരിമല ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിളപ്പടി വരെ പോയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ശബരിമലയിൽ ഇരിക്കുന്ന വിഗ്രഹം യഥാർത്ഥത്തിൽ
അത് തങ്കലോഹ വിഗ്രഹം തന്നെയാണോ പഞ്ചലോഹ വിഗ്രഹം തന്നെയാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതും ഇനി കൃത്രിമം തന്നെയാണോ എന്നുള്ളതാണ് ഉമേഷ് ബാബു ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ തന്റെ സംശയം പ്രകടിപ്പിച്ചത്. എന്തായാലും ശബരിമലയിൽ ഒരു പത്മകുമാറോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ദേവസ്വം കമ്മീഷണറോ മാത്രം വിചാരിച്ചാൽ നടക്കാവുന്ന ഒരു സ്വർണ്ണ തീവെട്ടിക്കൊള്ളയല്ല നടന്നിരിക്കുന്നത്. ഇതിന് കണ്ഠരര് രാജീവരിന് പങ്കുണ്ട്. തന്ത്രി എന്ന രീതിയിൽ ഇത് കണ്ഠരര് രാജീവര് അറിയേണ്ടതാണ്. അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കണ്ഠരര് രാജീവരെ കൂടി SIT അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ടത് തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി ഉമേഷ് ബാബു എടുത്തു പറയുന്നു. ഈ അന്വേഷണം ഇനി പത്മകുമാറിന് മുകളിലേക്ക് മറ്റൊരാളിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടിയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം പോയിരിക്കുന്നു. SITക്ക് ആ തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് താൻ മനസ്സിലാക്കുന്നത്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ താൻ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPMന്റെ സമുന്നത നേതാക്കൾ പലരും അറസ്റ്റിലായിരിക്കുന്നു. CPMന്റെ കോന്നി MLA ആയ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും SIT CPMന്റെ മറ്റൊരു സമുന്നതയിലേക്ക് എത്തില്ല. അതായത് 2019 ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ കാലത്താണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനിലേക്കോ CPMന്റെ മറ്റു ഉന്നതരിലേക്കോ ഇനി ഒരു കാരണവശാലും SITയുടെ അന്വേഷണം വ്യാപിക്കാൻ സാധ്യതയില്ല. അതിനു വേണ്ടുള്ള കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം SITക്ക് പോയിരിക്കുന്നു എന്ന് തന്നെ ഉമേഷ് ബാബു പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം സ്തുത്യർഹം തന്നെയാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഒരു കാരണവശാലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായി മാറാൻ സാധിക്കില്ല. ഹൈക്കോടതിയുടെ കീഴിലും മേൽനോട്ടത്തിലുമുള്ള ഒരു അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ മുന്നിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഹൈക്കോടതിക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുക. എന്നാൽ ഹൈക്കോടതിയുടെ മുന്നിൽ സമർപ്പിക്കപ്പെടുന്ന റിപ്പോർട്ടുകളിൽ പലപ്പോഴും പല തിരിമറികൾ നടക്കും. അതുകൊണ്ട് തന്നെയാണ് താൻ പറയുന്നത് ഇനി ഒരു കാരണവശാലും പത്മകുമാറിന് മുകളിലേക്ക് SIT ആരെയും അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അത് പത്മകുമാറിൽ മാത്രം ഒതുക്കി തീർക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കുഞ്ഞനന്തനിൽ എത്തി ആ അറസ്റ്റും ആ അന്വേഷണവും സമാപിച്ചതുപോലെ കുഞ്ഞനന്തന് മുകളിലുള്ള CPMന്റെ സമുന്നതരായ നേതാക്കളിലേക്ക് TP ചന്ദ്രശേഖരന്റെ വധം എത്താതിരുന്നത് പോലെ, കൊലക്കേസ് എത്താതിരുന്നത് പോലെ തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോന്നി MLA ആയിരുന്ന CPMന്റെ പത്തനംതിട്ടയിലെ ജില്ലാ നേതാവ് കൂടിയായ CPMന്റെ ഉന്നത നേതാവായ പത്മകുമാറിന് മുകളിലേക്ക് ഇനി ആരെയും അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഈ കേസ് TP ചന്ദ്രശേഖരൻ വധക്കേസ് കുഞ്ഞനന്തനിൽ ഒതുങ്ങി നിന്നതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പത്മകുമാറിൽ ഒതുങ്ങി നിൽക്കും എന്നാണ് ഉമേഷ് ബാബു ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തുറന്നടിച്ചത്. ഉമേഷ് ബാബു ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനെ കുറിച്ച് പറഞ്ഞതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. യുവതികളെ മലകയറ്റിയ ഒരു വിഷയമുണ്ട്. യുവതികളെ മലകയറ്റാനുള്ള സ്വകാര്യ പണികളൊക്കെ ഈ കണ്ണൂർ ജില്ലയിലാണ് നടന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാനത് പറയുന്നില്ല. ആ ദിവസങ്ങളിലെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ പറയുന്നത്, എങ്ങനെയാണ് വ്യാജ നവോത്ഥാനമാകുന്നത് എന്നൊക്കെ ഞാൻ വിശദമായി പറയുകയും എഴുതുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ പിന്നെ അവരെ ഒളിപ്പിക്കാനൊക്കെ നടത്തിയ ശ്രമങ്ങൾ ശ്രീ ഉമേഷ് ബാബുവിന് അറിയാമല്ലോ. അതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ നവോത്ഥാനം നടന്ന ദിവസം, ഈ സോക്കോൾഡ് നവോത്ഥാനം നടന്ന ദിവസം കണ്ഠരര് രാജീവര് ഞാൻ ഈ പറയുന്ന ശ്രീകോവിൽ അടച്ചിട്ട് പടിയിറങ്ങും എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കൊക്കെ മുമ്പിലാണ്. ഈ തന്ത്രിയെ കൂടി വഴിപ്പെടുത്താതെ ശ്രീകോവിലിൽ കയറി ഈ പണിയെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. ഇപ്പൊ ചെറിയ പണിയാണ്. അതാണ് ഞാൻ പറയുന്നത്. അയാളുടെ പങ്കല്ല ഞാൻ പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ എന്താ പങ്ക് എന്ന്. ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ അയാളുടെ കൂടി വിശ്വാസത്തിലെടുക്കാതെ ശ്രീകോവിലിനകത്ത് ഈ പണിയെടുക്കാൻ കഴിയില്ല. ദ്വാരപാലക ശില്പങ്ങൾക്ക് പുറത്ത് ഈ പണിയെടുക്കാൻ കഴിയില്ല. ഇതൊക്കെ പത്മകുമാർ ഈ തന്ത്രിയെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന വഴി അറിയാമല്ലോ, കർണാടകത്തിലെ ക്ഷേത്രത്തിലെ തന്ത്രവാർക്കാണ് എന്ന് ചോദിച്ചതിലെല്ലാം ഉണ്ട്. പത്മകുമാർ അറിഞ്ഞോ അറിയാതെയോ അല്ലെ തന്ത്രിയെ കൂടി കൊടുക്കാൻ പറഞ്ഞാണോ എന്നറിയില്ല. പത്മകുമാർ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ആചാര ലംഘനം ഉണ്ടാകുമ്പോൾ ഞാൻ നടയടച്ചിട്ട് ഇറങ്ങും, പടിയിറങ്ങും എന്ന് പ്രഖ്യാപിച്ച രാജീവരെ കൂടി വിശ്വാസത്തിലെടുക്കാതെ ശബരിമലയിലെ ശ്രീകോവിലിനകത്ത് ഈ പണികൾ ചെയ്യാൻ കഴിയില്ല. വിഗ്രഹം ഒഴിച്ചുള്ള കാര്യങ്ങളിലൊക്കെ കൈയിട്ടു എന്നാണല്ലോ നമ്മളെ മുമ്പിൽ ഇപ്പോൾ തെളിവുകൾ സഹിതം വരുന്നത്. വിഗ്രഹത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും അറിയാമോ? കാരണം വിഗ്രഹത്തിന്റെ കാര്യത്തിൽ, കാരണം പഴയ കാലത്ത് കത്തിപ്പോയതാണല്ലോ, വിഗ്രഹത്തിന്റെ കാര്യത്തിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കൈയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, അധികാര പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന CPMന്റെ ആറന്മുളയിലെയും പത്തനംതിട്ടയിലെയും നേതാവായിട്ട് ഒരു പത്മകുമാർ മാത്രം ഇടപെട്ടാൽ ഈ ശ്രീകോവിൽ വെച്ചിട്ടുള്ള കൊള്ള നടത്താൻ കഴിയില്ല. അപ്പൊ കൊള്ളയ്ക്ക് അധികാരത്തിന്റെ വലിയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വളരെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് പത്മകുമാർ ഇപ്പോഴും ഈ പാർട്ടി തണലിൽ സുരക്ഷിതമായിരിക്കുന്നത് എന്ന് മാത്രമല്ല, പത്മകുമാറിന്റെ മുകളിലേക്ക് അന്വേഷണം നീങ്ങാതിരിക്കാനുള്ള പരമ ജാഗ്രത
ഈ SIT തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ബഹുമാനപ്പെട്ട ന്യായാസനങ്ങളുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് അവർക്ക് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആവാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിമിതിയൊക്കെ തീർച്ചയായിട്ടും പിണറായിയുടെ ഓഫീസിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതൊക്കെ വെച്ചിട്ടുള്ള അനേകം കളികൾ ഇതിനകം തന്നെ നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അതൊക്കെ ആയിരിക്കും അവരിപ്പോഴ് ഇയാളെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ തന്നെ ഇപ്പം നിർത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു കാരണം അതായിരിക്കാം. ഇതിനപ്പുറത്തേക്ക് നീങ്ങാനിടയില്ല. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ ഒരു സ്ഥലത്ത് ഇപ്പോ TP ചന്ദ്രശേഖരൻ കേസിൽ നേരത്തെ വിനി സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന കുഞ്ഞനന്തനെ കൊടുത്തിട്ട് തീർക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അവർ ചെയ്ത് കാണിച്ചതാണ്. അതിന്റെ മുകളിലേക്ക് പോയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത്തരം പദ്ധതികളുടെ കൂടി പിൻബലത്തിലായിരിക്കും ഇയാളെ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിലനിർത്തുന്നുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്.